നമസ്കാരം, ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. സിബിൽ സ്കോർ എന്ന വാക്ക് കേൾക്കാത്ത മലയാളികൾ ഇന്ന് കുറവായിരിക്കും. നാട്ടിൽ ഒരു ലോണിന് പോകുമ്പോൾ ബാങ്കുകാർ ആദ്യം ചോദിക്കുന്നത് സിബിൽ സ്കോർ ഉണ്ടോ എന്നായിരിക്കും. എന്നാൽ പ്രവാസികളുടെ രണ്ടാം വീടായ UAE-യിലും ഇനി കളി മാറും. അവിടെയുള്ളവർക്ക് സിബിൽ പോലെ തന്നെ പ്രധാനമാണ് അൽ എത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ അഥവാ EACB നൽകുന്ന ക്രെഡിറ്റ് സ്കോർ. ഈ 2026-ൽ UAE-യിലെ ക്രെഡിറ്റ് സ്കോർ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നിങ്ങളവിടെ ജോലി ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ ആണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. നേരത്തെ ഒരു തവണ ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ അതിന്റെ ദോഷം മാറാൻ വർഷങ്ങൾ കാത്തിരിക്കണമായിരുന്നു. എന്നാൽ പുതിയ ക്രെഡിറ്റ് സ്കോർ പരിഷ്കാരങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങൾ ഒരു തവണ പണമടയ്ക്കാൻ വൈകിയാലും അത് പെട്ടെന്ന് പരിഹരിക്കാൻ ഇപ്പോൾ സാധിക്കും. 6 മാസം കൃത്യമായി പണമടച്ചാൽ നിങ്ങളുടെ സ്കോർ വീണ്ടും പഴയതുപോലെ മെച്ചപ്പെടുത്താൻ പുതിയ സിസ്റ്റം സഹായിക്കും. അതായത് തെറ്റുകൾ തിരുത്താൻ ഇപ്പോൾ കൂടുതൽ അവസരമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. UAE-യിൽ നിങ്ങൾ പുതിയതായി എത്തിയ ആളാണോ? നിങ്ങൾക്ക് ബാങ്ക് ലോണോ ക്രെഡിറ്റ് കാർഡോ ഇല്ലെങ്കിലും ഇപ്പോൾ ക്രെഡിറ്റ് സ്കോർ വരും. നിങ്ങളുടെ ഫോൺ ബില്ല്, കറണ്ട് ബില്ല്, വെള്ളക്കരം, എന്തിന് താമസിക്കുന്ന വീടിന്റെ വാടക വരെ കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഇനി സ്കോർ കണക്കാക്കപ്പെടുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് പുതിയ പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ബാങ്കിൽ വലിയ ഇടപാടുകൾ ഇല്ലെങ്കിലും ഈ ബില്ലുകൾ കൃത്യമായി അടച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ എളുപ്പത്തിൽ ലോൺ കിട്ടാനുള്ള ഒരു വഴിയുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ കൂട്ടാമെന്ന് വിശദമായി തന്നെ പറഞ്ഞു തരാം. ഏറ്റവും പ്രധാനം ക്രെഡിറ്റ് കാർഡ് പരിധി മുഴുവൻ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് 10,000 ദിർഹം ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ 30% താഴെ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കൂടെ ലോണിന് അപേക്ഷിക്കുന്നതും സ്കോർ കുറയ്ക്കും. എല്ലാ മാസവും EACB ആപ്പ് വഴി നിങ്ങളുടെ സ്കോർ പരിശോധിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും തെറ്റുകൾ റിപ്പോർട്ടിൽ കണ്ടാൽ അത് ഉടൻ തന്നെ തിരുത്താനും സൗകര്യമുണ്ട്. ഈ പുതിയ മാറ്റങ്ങളെല്ലാം വരുന്നത് സാധാരണക്കാർക്ക് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാനാണ്. UAE-യിൽ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടും എന്ന് മാത്രമല്ല, ഇൻഷുറൻസ് തുകയിലും വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴുമൊക്കെ നിങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്താൻ ശ്രദ്ധിക്കണം. ലോൺ എടുക്കുന്നതിന് മുൻപ് സ്വന്തം സാമ്പത്തിക സ്ഥിതി കൃത്യമായി വിലയിരുത്തുകയും അതനുസരിച്ച് പ്ലാൻ ചെയ്യുകയുമാണ് വേണ്ടത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളും മറ്റ് സാമ്പത്തിക ഇടപാടുകളും വലിയ നഷ്ടസാധ്യതയുള്ളതാണ്. പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠിക്കുകയോ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുകയോ ചെയ്യുക.